നമുക്ക് കല്യാണത്തിന് മുമ്പ് ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ. നമ്മുടെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴുള്ള ജീവിതം എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് കടന്നു ചെല്ലുന്നത് അല്ലേ. അവിടെ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ നിറഞ്ഞ പുഞ്ചിരിയോടെ വലതുകാൽ വെച്ച് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലും അല്ലേ. ആദ്യമൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ചിലവർക്ക് ആദ്യം മുതലേ സ്നേഹം കാണത്തില്ല. ചില ഭർത്താക്കന്മാരുണ്ട്, എന്ത് പറഞ്ഞാലും കണക്ക് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ കണക്ക് പറയുന്നേ? അറിയില്ല. നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി കുഞ്ഞുങ്ങളെയും വളർത്തി ആ വീട്ടിലുള്ള എല്ലാ പണിയും ചെയ്ത് ഒരു പരാതിയും ഒരു കണക്ക് പറച്ചിലുമില്ലാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു സാരിയോ വാങ്ങിച്ച് തരാനായിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് പറയും, എനിക്കൊരു സാരി വാങ്ങിച്ചു തരണേ, എനിക്കൊരു ചുരിദാർ വാങ്ങിച്ചു തരണേ. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഭക്ഷണം വേണോ? നിങ്ങളുടെ തുണി അലക്കണോ? മക്കളെ നോക്കണോ? ഈ വീട്ടിലെ പണിയെല്ലാം ഞാൻ ചെയ്യണോ? ഇതെല്ലാം നമ്മൾ ചോദിച്ചുകൊണ്ടാണോ ഇന്നും ചെയ്യുന്നത്? എല്ലാം നമ്മൾ അറിഞ്ഞാണ് ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു പരാതിയുമില്ലാതെ ഒരു പരാതിയും പറയാതെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാനും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമെല്ലാം അതാത് സമയത്ത് ഭക്ഷണം കൊടുക്കാനും അവരുടെ വസ്ത്രം അലക്കി കൊടുക്കാനും അവരുടെ തുണികൾ തേച്ച് കൊടുക്കാനും പണിയെല്ലാം ചെയ്യുന്നതും നമ്മൾ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലല്ലോ. നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നത്, എനിക്കൊരു സാരി എടുത്തു തരുമോ, എനിക്കൊരു ചുരിദാർ എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നത്. അവർക്ക് ഇങ്ങോട്ട് ചോദിച്ചൂടെ? നമുക്കൊന്ന് പുറത്തു പോയാലോ? നീ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ പണിയെല്ലാം എടുത്തിരിക്കുമല്ലേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? എനിക്ക് ഞാനൊരു സാരി വാങ്ങിച്ചു തരാം, എനിക്കൊരു ചുരിദാർ വാങ്ങിച്ചു തരാം, നല്ല ഭക്ഷണം വാങ്ങിച്ചു തരാം എന്നവരിങ്ങോട്ട് പറയുമ്പോഴാണ് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്നല്ലേ. എല്ലാം അങ്ങോട്ട് ചോദിച്ച് എനിക്ക് താ, എനിക്ക് അതെടുത്തതാ, എനിക്ക് ഇതെടുത്തതാ, എനിക്ക് തരുമോ എന്ന് പറയുമ്പോൾ, എനിക്കൊരു സാരി എടുത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ എൻ്റെ പൈസ ഇല്ല, ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനായിട്ടാ, വീട്ടിലെ ചിലവ് നടത്തണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പിന്നെ നിനക്ക് നീ സാരി ഇതിലോ വാങ്ങിച്ചു തരണം ഞാൻ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കിതൊരു സങ്കടമല്ലേ. നമ്മൾ ഒത്തിരി ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ, എപ്പോഴും ആവശ്യപ്പെടുന്നില്ലല്ലോ. എപ്പോഴും ആവശ്യപ്പെടുന്ന പെണ്ണുങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. വീട്ടിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് ഒരു പനി വന്നാൽ പോലും പൊള്ളുന്ന ചൂടായിരിക്കും ദേഹത്ത്, എങ്കിൽ പോലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ പണികളെല്ലാം ചെയ്ത് ഭർത്താവിന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് മക്കൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ സ്കൂളിൽ വിട്ട് എല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ദേഹം ചുട്ടു പൊള്ളുവാണ്. അതാരും അറിയുന്നില്ല. എവിടെയെങ്കിലും തളർന്ന് വീഴുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ അവൾക്ക് പനിയായിരുന്നല്ലോ എന്ന്. അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവർക്കൽ നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ. പാടി നിന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാം, അത് ഇത്ര പൈസയൊന്നും ആവശ്യമൊന്നുമില്ല. ഒരു ചുരിദാർ വാങ്ങിക്കൊടുക്കാൻ ഒരു വലിയ കാശൊന്നുമല്ല. അത് ഇത്ര കൂട്ടി വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അത് നമ്മൾ ഇന്ന് അതല്ലെങ്കിൽ വേറൊരു വഴിക്ക് അത് ചിലവായി പോവും. പക്ഷെ അത് കൊടുക്കുന്നതുകൊണ്ട് അവൾക്ക് കിട്ടുന്ന സന്തോഷവും അവൾക്ക് കിട്ടുന്ന ഒരു എനർജിയും ഒക്കെ വേറെ തന്നെയാണ്. എപ്പോഴും കണക്ക് പറഞ്ഞും ഒക്കെ ചെയ്യുന്നതാണ് ജീവിതം അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തേരെ കണക്ക് പറയാൻ നമുക്ക്. ചില ആണുങ്ങളുണ്ട്, എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാർ കല്യാണം കഴിച്ച് ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ പ്രസവിച്ച് കഴിഞ്ഞ് നിൻ്റെ സൗന്ദര്യം എല്ലാം പോയി, എൻ്റെ വയറങ്ങ് ചാടി, വയറിൽ മുഴുവൻ പാടായി. എങ്ങനെയാണ് ഈ പാട് വന്നത്? നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ വയറ്റിൽ ചുമന്നത് കൊണ്ടല്ലേ എൻ്റെ വയറ്റിൽ പാട് വന്നത്. വേദന സഹിച്ച് ഞാൻ പ്രസവിച്ചു.
ഇതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ. അല്ലാതെ ഒരു പ്രസവം കഴിഞ്ഞിട്ട് എൻ്റെ വയറ്റിൽ പാടായി, നിൻ്റെ വയറ്റിൽ പാടായി, എന്നെ കാണാൻ കൊള്ളാതായി, സൗന്ദര്യം പോയി എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോകുന്നതാണോ ഒരു സ്നേഹം? അല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന, ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എത്രയൊക്കെ ചെയ്തിട്ടും, എത്രയൊക്കെ കുടുംബത്തെ നോക്കിയിട്ടും, എത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഒരു തരി സ്നേഹം പോലും തിരിച്ചു കിട്ടാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. എന്തിനു പിടിച്ചു നിൽക്കണം? ഇട്ടേച്ച് പോകണം. ഒന്നിനും ഒരു ദയയും ഒരു സ്നേഹമോ ഒരു കരുതലോ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു തരത്തിലും ഏതെങ്കിലും ഒരു തരത്തിൽ എങ്കിലും നമുക്ക് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തരത്തിലെങ്കിലും കരുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. ഒന്നിനുമില്ല. നമുക്ക് ഒരു തരത്തിലും ഒരു കാര്യത്തിലും നമുക്കൊരു കരുതലില്ല, ഒരു സ്നേഹമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഒറ്റപ്പെടുകയാണ്. പിന്നെ നമ്മളവിടെ പിടിച്ചു നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇട്ടെറിഞ്ഞിട്ട് പോകണം. ഒറ്റയ്ക്ക് പൊരുതി നമ്മൾ ജയിക്കണം. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഒരിക്കലും ഇരിക്കരുത്. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാവുന്ന മാത്രമേ ഉള്ളൂ. ആരും നമ്മുടെ കൂട്ടത്ത് കരയാൻ കാണില്ല. ചിരിക്കാൻ നേരം എല്ലാവരും ഉണ്ടായിരിക്കും, കരയാൻ നേരം ആരും കാണത്തില്ല. നമ്മൾ മാത്രം ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരയാം. എന്തിനാണ് വല്ലവരെയും കാണിച്ച് കരയേണ്ട ആവശ്യം? എല്ലാവരുടെ അടുത്ത് സങ്കടം പറഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യം? നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? പക്ഷേ നമ്മൾ സങ്കടപ്പെടരുത്. എത്രയോ സ്ത്രീകളാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. മക്കൾക്ക് വേണ്ടി, ചിലർ ഭർത്താക്കന്മാർക്ക് വേണ്ടി ജീവിക്കുന്നു. ഭർത്താക്കന്മാർ അസുഖമായിട്ട് തളർന്നു കിടക്കുന്നവരുണ്ട്, അവരെ നോക്കി ജീവിക്കുന്നവരുണ്ട്. ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യ അസുഖമായിട്ടും വയ്യാതായിട്ടും കിടക്കുന്നവർ, അവരെ നോക്കി ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഇല്ലെന്നല്ല, ഇല്ലാത്തവരുമുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും, എത്ര കഠിനാധ്വാനം ചെയ്താലും, എത്ര സ്നേഹിച്ചാലും തിരിച്ചൊരു നന്ദി വാക്കും ഒരു സ്നേഹവും ഇല്ലാത്ത ഒരുപാട് സ്ത്രീകളെ പിടിച്ചു നിൽക്കുന്നുണ്ടോ പല വീടുകളിൽ. പല കാര്യങ്ങളും ഓർത്ത് പിടിച്ചു നിൽക്കുകയാണ് അവർ. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ചങ്ങല വന്ന് വീഴുവാണ്. അവിടെ സ്വാതന്ത്ര്യം കിട്ടുമോ കിട്ടത്തില്ലയോ? അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അവർ പറയുന്നതിനപ്പുറം വിട്ട് ചലിക്കാൻ, അതൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അവർ പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കാം. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും കിട്ടണം സ്നേഹം, കെയറിങ്, കുറച്ചെങ്കിലും. അങ്ങനെയൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാകത്തുള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി വീർപ്പിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒന്നും പങ്കുവെക്കാതെ ജീവിച്ച് മരിച്ചിട്ട് എന്ത് കാര്യം ഈ ലോകത്ത്? അല്ലാതെ ചുമ്മാ കടുംപിടുത്തം പിടിച്ച് കണക്കും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് വെറുതെ അങ്ങ് മരിച്ചു പോവുക. ഞാൻ ജീവിച്ചിരുന്നുകൊണ്ട് ആർക്കാണ് എന്ത് നേട്ടം? ഒരു നേട്ടവും ഇല്ല. എൻ്റെ കടുംപിടുത്തം, എൻ്റെ വിലപിടുത്തം, എനിക്കിതാണ് എൻ്റെ ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക.